നമസ്കാരം കൂട്ടുകാരെ, ഏവർക്കും ഗ്രേറ്റ് ഈഗിൾ ടെക്കിൻ്റെ മലോ മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. കനത്ത ഇടിവായിരുന്നു ഇന്ന് മാർക്കറ്റിൽ സംഭവിച്ചത്. നല്ല വൃത്തിയ മാർക്കറ്റ് ഇറങ്ങിയായിരുന്നു. ഏകദേശം പറഞ്ഞാൽ FIS 6000 അപ്പുറം കോടി രൂപയ്ക്ക് വിറ്റിട്ടുണ്ട്. DISന്റെ ബൈയിങ് പവർ വളരെ കുറവായിരുന്നു. FISന്റെ സെല്ലിങ്ങിൽ തന്നെ മാർക്കറ്റ് താഴേക്ക് ഇറങ്ങി വരികയാണ് ചെയ്തത്. നമ്മൾ നോക്കുന്ന സമയത്ത് നിഫ്റ്റി നമ്മുടെ ബെയറിഷ് റെഫറൻസ് ഒക്കെ പൊട്ടി ഫസ്റ്റ് ടാർഗറ്റ്, സെക്കൻഡ് ടാർഗറ്റ്, തേർഡ് ടാർഗറ്റിൽ നിന്നു. അതേപോലെ ബാങ്ക് നിഫ്റ്റി ബെയറിഷ് റെഫറൻസ് പൊട്ടി ഫസ്റ്റ് ടാർഗറ്റ്, സെക്കൻഡ് ടാർഗറ്റ്, തേർഡ് ടാർഗറ്റ് നിന്നു. ചുരുക്കി പറഞ്ഞാൽ നല്ലൊരു അടിപൊളി 16 ട്രേഡിംഗ് ഡേ കിട്ടിയ ദിവസമായിരുന്നു. നമ്മളിന്ന് റൂമിൽ ബാങ്ക് നിഫ്റ്റിയിൽ ഏകദേശം പറഞ്ഞാൽ ഒരു സ്കാൽപ്പിങ്ങിൽ തന്നെ ഏകദേശം 10-60 പോയിന്റ് 20 പോയിന്റോളം ക്യാച്ച് ചെയ്തിട്ടുണ്ട് പുട്ട് ഓപ്ഷനിൽ. അല്ലാതെ നേക്കഡായിട്ട് വാങ്ങിച്ചതിൽ 19 പോയിന്റ്. എങ്ങനെ ചുരുക്കി പറഞ്ഞാൽ നല്ല 10-140 പോയിന്റോളം ഓപ്ഷൻസിൽ ക്യാരി ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ നിഫ്റ്റിയിലും കിട്ടിയായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ നല്ല കിട്ടിയ കുറേ നാളത്തെ പഞ്ഞ ദിവസത്തിന് ശേഷം ഇന്ന് അടിപൊളി ട്രേഡ് കിട്ടിയ ദിവസമായിരുന്നു ഇന്ന്. നമ്മുടെ അമേരിക്കൻ മാർക്കറ്റിൽ ഇന്നൊരു ന്യൂസ് ഒന്നും വന്നില്ല. ഇന്ന് വന്ന കുറച്ച് GBPയുടെ കുറച്ച് ഡേറ്റ, ബ്രിട്ടീഷ് പൗണ്ടിൻ്റെ ഡേറ്റകളൊക്കെ പോസിറ്റീവായിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൂടാതെ വൈകിട്ട് വന്ന അമേരിക്കയുടെ റീറ്റെയിൽ സെയിൽസ് ഡേറ്റ പോസിറ്റീവാണ്. 0.5 0.6 പ്രതീക്ഷിച്ചു, പകരം 0.7 വന്നു. പക്ഷേ കോർ റീറ്റെയിൽ സെയിൽസ് കുറഞ്ഞു. അതായത് കഴിഞ്ഞ പ്രാവശ്യം ഉള്ളത് തന്നെയാണ് ഇപ്പോഴും വന്നിരിക്കുന്നത്. 0.4 പ്രതീക്ഷിച്ച സ്ഥാനത്ത് 0.2 അല്ല. ചുരുക്കി പറഞ്ഞാൽ പഴയത് തന്നെ പുതു വന്നു. ഈ പ്രതീക്ഷിച്ച സാധനം കൂടിയിട്ടില്ല. അത് കൂടാതെ ഇന്ന് വൈകിട്ട് പിന്നെ 7:45 വന്ന ഡേറ്റ അത് കുറച്ച് നെഗറ്റീവാണ്. കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ കുറവാണ്, അതൊരു നെഗറ്റീവായിട്ട് വന്നു. ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ മൈനസിലേക്ക് വന്നു. അതായത് എക്കണോമി കോൺട്രാക്റ്റിംഗ് ആണെന്ന് പറഞ്ഞു. ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ മന്ത് ഓൺ മന്തും അത് മൈനസിലേക്ക് വന്നു, അതും കോൺട്രാക്റ്റിംഗ്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷിച്ച് കുറച്ച് പോസിറ്റീവ് വരുന്നുണ്ട്, എന്നാൽ എക്സ്പെക്റ്റിനെക്കാട്ടിയും കുറവാണ്. മാനുഫാക്ചറിങ് പ്രൊഡക്ഷനും കുറഞ്ഞിട്ടുണ്ട് കുറച്ച്. പിന്നെ റീറ്റെയിൽ ഇൻവെൻട്രീസ് എക്സ് ആട്ടോവിൻ്റെത് അത് സെയിം തന്നെയാണ് പ്രതീക്ഷ. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ വന്ന ഡേറ്റകളൊക്കെ ഒരുമാതിരി നോക്കിക്കഴിഞ്ഞാൽ ഒരു മാർക്കറ്റ് സപ്പോർട്ടീവായിട്ടുള്ള ഡേറ്റ അല്ല നിൽക്കുന്നത്. നമ്മുടെ നിഫ്റ്റി ഡൗ ജോൺസ് നിങ്ങൾ നോക്കുന്ന സമയത്ത് ഡൗ ജോൺസ് 240 പോയിന്റ്സോളം മൈനസ് നിൽക്കുകയാണ്. നാസ്ഡാക്ക് നോക്കുന്ന സമയത്ത് നാസ്ഡാക്ക് ഏകദേശം പറയുകയാണെങ്കിൽ നാസ്ഡാക്ക് 75 പോയിന്റോളം മൈനസ് നിൽക്കുകയാണ്. S&P മൈനസിലാണ് നിൽക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇടയ്ക്ക് ഇറങ്ങി ഞാൻ തിരിച്ച് കയറുന്നു. നമ്മളെ നിഫ്റ്റി നമ്മുടെ ക്ലോസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ 10-25 പോയിന്റോളം മൈനസിൽ ഇപ്പം ക്ലോസ്. ചുരുക്കി പറഞ്ഞ ഒരു ഫ്ലാറ്റ് ടു ചെറിയൊരു മൈനസിലാണ് നമ്മുടെ മാർക്കറ്റ് നിൽക്കുന്നത്. മാർക്കറ്റ് പ്രൊഫൈൽ പ്രകാരം നമ്മളിന്ന് നോക്കുന്ന സമയത്ത് ബാങ്ക് നിഫ്റ്റിയിൽ ഒരു നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ ആയിരുന്നു. ബി പീരീഡിൽ ഒരു സിംഗിൾ പ്രിന്റ് സെല്ലിങ് വന്നായിരുന്നു. നിങ്ങൾ നോക്കുമ്പോൾ ബി പീരീഡിൽ ഏകദേശം പറഞ്ഞാൽ നല്ലൊരു സിംഗിൾ പ്രിന്റിൽ ഒരു സെല്ലിങ് വന്നായിരുന്നു ബിയിൽ. ഈ ബി അതായത് 53,450 എന്ന് പറഞ്ഞ ഈ ഇവിടം പൊട്ടി ഇറങ്ങിയതിന് ശേഷം പിന്നെ ബാങ്ക് നിഫ്റ്റി ആ ഭാഗത്തേക്ക് ഒരു ട്രേസ്മെന്റ് വന്നിട്ടില്ല. സി തന്നെ നമുക്ക് ട്രേഡ് കിട്ടി, നമ്മൾ ടാർഗറ്റ് മീറ്റ് ചെയ്തു. തിരിച്ച് വീണ്ടും ഡിയിൽ നമുക്ക് റീ എൻട്രി ചെയ്യാനുള്ള അവസരം ബാങ്ക് നിഫ്റ്റി തന്നായിരുന്നു ഡി പീരീഡിൽ. തിരിച്ച് താഴേക്ക് ഇറങ്ങി, വീണ്ടും താഴേക്ക് ഇറങ്ങി. ചുരുക്കി പറഞ്ഞാൽ ഒരു സ്കാൽപ്പിങ്ങിന്റെ മെത്തേഡ് ഉച്ചയ്ക്ക് ഒരു HP ഹാമറിന്റെ പീരീഡ് വരെ സംഭവിച്ചു. അതിനുശേഷം ഓപ്ഷൻസ് മൂവ് ചെയ്തിട്ടില്ലായിരുന്നു. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ചുരുക്കി പറഞ്ഞാൽ ഒരു നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ ആണ്. ബിയുടെ സിംഗിൾ പ്രിന്റ് ഉണ്ട്, അത് നെഗറ്റീവായ ഒരു ഏരിയയാണ്. സോ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഇന്നത്തെ POC നിൽക്കുന്നത് 53,025 ഭാഗത്താണ്. ബി വാപ്പ് 53,157 ആണ്. സോ മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് 52,964 ഭാഗത്തുമാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ മാർക്കറ്റ് ഒരു നെഗറ്റീവ് ബയാസിന്റെ ഭാഗത്താണ്, എന്നാൽ ഡൗൺവേർഡ് അല്ലാത്ത രീതിയിലേക്കാണ് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്, ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. നമുക്ക് ബാങ്ക് നിഫ്റ്റി ലെവൽസ് ഒക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യാം. സോ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് നിങ്ങൾ നോക്കുമ്പം 53,025 ബാങ്ക് നിഫ്റ്റിയുടെ POC. സോ ഞാൻ ആ POC ഒന്ന് മാർക്ക് ചെയ്ത് വയ്ക്കാം. 53,025 നമ്മുടെ ബാങ്ക് നിഫ്റ്റിയുടെ POC ഇന്നത്തെ. ആ POC ഉണ്ട്. ബുള്ളിഷ് എന്നെ സംബന്ധിച്ച് ഞാൻ ഇനി ബാങ്ക് നിഫ്റ്റിയിൽ ബൈ എടുക്കുന്നത് ഈ 53,444 മുകളിൽ മാത്രമേ ഇനിയൊരു ബൈ ഉള്ളൂ. സോ എന്നെ സംബന്ധിച്ചുള്ള ബുള്ളിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ 53,440 എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ബി പീരീഡിലെ സിംഗിൾ പ്രിന്റിന്റെ ഭാഗം, അതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ 53,444 ഭാഗത്താണ് ഞാൻ ഇനി ബാങ്ക് നിഫ്റ്റിയിൽ ബൈയെ കുറിച്ച് ചിന്തിക്കുള്ളൂ. സോ അത് നിങ്ങളെ മനസ്സിൽ ഓർത്തേക്കുക.
POC വന്നിരിക്കുന്നത് 53,025 ഭാഗത്തുമാണ് POC ഉള്ളത്. സോ ഇനി ബെയറിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ ഇന്നത്തെ ലോ വളരെ ഇമ്പോർട്ടൻ്റ്. ഇന്നത്തെ ലോ പൊട്ടിയാൽ മാത്രമേ നിങ്ങളുടെ സെല്ലിനെ കുറിച്ച് പൊട്ടിയത്. 52,850 എന്നെ സംബന്ധിച്ചുള്ള ഒരു ബെയറിഷ് റെഫറൻസ്. 52,850 എന്നെ സംബന്ധിച്ചുള്ള ബാങ്ക് നിഫ്റ്റിയുടെ ബെയറിഷ് റെഫറൻസ്. അതിന് താഴെ മാത്രമേ ഞാനൊരു സെല്ലിനെ കുറിച്ച് ചിന്തിക്കുകയുള്ളൂ. അപ്പോൾ ബൈ എവിടെയാണ് വരുന്നത്? 53,444 മുകളിലും സെൽ എവിടെയാണ്? 52,850 മുകളിൽ. ഇതിനകത്താണെങ്കിൽ മാർക്കറ്റിൽ ഒരു പ്രീമിയം ഈറ്റിംഗ് മൂവ്മെന്റ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ 53,444 മുകളിൽ പോകുകയാണെങ്കിൽ ഇന്നത്തെ VWAP വന്നിരിക്കുന്നത് 53,157 ഭാഗത്താണ്. അതൊരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഏരിയയാണ്. 53,000 VWAP എന്ന് പറയുമ്പം 53,157 ആണ്. 53,158 VWAP. അതൊരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഏരിയയാണ്. VWAPന് മുകളിലും മാർക്കറ്റ് വേണമെങ്കിൽ ഇങ്ങനെ കിടന്ന് കളിക്കാം. VWAPനും ബുള്ളിഷ് ഓപ്പർച്യൂണിറ്റിക്കും ഇങ്ങനെ കിടന്ന് കളിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. സോ 53,444 മുകളിൽ ബാങ്ക് നിഫ്റ്റി നിൽക്കുകയാണെങ്കിൽ 53,680 എന്ന് പറഞ്ഞ ഈ ഒരു 53,549 എന്ന് പറഞ്ഞ ഫസ്റ്റ് ടാർഗറ്റ് 53,549 ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചുള്ള R1 എന്ന് പറഞ്ഞതാണ്. R1ന് മുകളിൽ അടുത്ത വരാൻ പോകുന്ന R2 53,680 53,680 R2 എന്ന് പറയുമ്പോൾ 53,680. അതിന് മുകളിൽ R3 എന്ന് പറയുമ്പം 53,810. 53,810 ആണ് R3. ഇതാണ് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഓർത്തിരിക്കേണ്ട ബാങ്ക് നിഫ്റ്റിയുടെ മൂവ്മെന്റ്. സോ നാളെ നമ്മുടെ നാളെ വൈകിട്ട് അതായത് നമ്മുടെ മറ്റന്നാൾ വെളുപ്പാങ്കാലത്ത് നമ്മുടെ ഫെഡറൽ റിസർവിന്റെ ഇതുണ്ട്. ഇപ്പം പലരും പറയുന്നത് 0.75 ഒക്കെ ഫെഡറൽ റിസർവ് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യും എന്നൊക്കെയാണ് പറയുന്നത്. അതൊക്കെ ഒരു സർപ്രൈസിങ് ഫാക്ടറാണ് മാർക്കറ്റിൽ. അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് നല്ല രീതിയിൽ ഒരു വലിയൊരു മൊമെന്റം വ്യാഴത്തേക്ക് തരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. സോ 53,440 നമ്മുടെ നമ്മുടെ ബെയറിഷ് ബുള്ളിഷ് റെഫറൻസ്. അതിന് മുകളിലാണ് 53,549 680 819 പോകാം. ഇനി നമുക്ക് 52,850 താഴെ നിൽക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പം 52,673. ഫസ്റ്റ് എത്രയാണ്? 52,673. S1 എന്ന് പറയുമ്പം 52,673 എന്നെ സംബന്ധിച്ചുള്ള S1 താഴെ. അടുത്ത വരാവുന്ന S2 എന്ന് പറയുമ്പം അത് നേരെ S2 എന്ന് പറയുമ്പം 52,568. 52,568 അതാണ് S2. അതിന് താഴെ S3 എന്ന് പറയുമ്പം 52,482. ഇതായിരിക്കും നമ്മളെ സംബന്ധിച്ചുള്ള ഒരു 482 കഴിഞ്ഞ വർഷം 52,000. S3 എന്ന് പറയുമ്പോൾ 52,425 ആണ്. 425 ആണ് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു S3 എന്ന് പറയുന്നത്. ഈ ഒരു കഴിഞ്ഞ വർഷം വന്നല്ലോ. ഇതാണ് നമ്മുടെ മാർക്കറ്റിൽ ഞാൻ പ്രതീക്ഷിക്കാവുന്ന ഒരു ലെവൽസ്. പക്ഷേ ഈ 0.75 കട്ടോ എന്തെങ്കിലും വരികയാണെങ്കിൽ അത് വളരെ രീതിയിൽ നാളെ അതിൻ്റെ എന്തെങ്കിലും ന്യൂസ് നാളെ ലീക്ക് ആവില്ല മാർക്കറ്റിൽ. അപ്പം അങ്ങനെയാണെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം നല്ലൊരു മൊമെൻറ്റം ഫ്ലക്ച്വേറ്റിംഗ് ആയ വോളറ്റൈൽ ആയിട്ടുള്ള മൊമെൻറ്റം കാണാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം നിങ്ങൾക്കറിയാം എന്തുകൊണ്ടെന്ന്. നമ്മുടെ വിക്സ് ഷെയർ 14.48 ഭാഗത്ത് നിൽക്കുകയാണ്. അതൊരു ബുള്ളിഷായ ടെറിട്ടറിയുടെ ഭാഗത്തേക്ക് കയറി പൊക്കുവാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ മൊമെൻറ്റം വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി നമുക്ക് നോക്കേണ്ട ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽ. സോ നിഫ്റ്റി എങ്ങനെയാണോ പോയത് സെയിം അതേപോലെ തന്നെയാണ് ബാങ്ക് നിഫ്റ്റി പോയിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ നിഫ്റ്റിയെ പോലെ തന്നെ ഒരു ബി പീരീഡിൽ ഒരു സിംഗിൾ പ്രിന്റ് ഉണ്ടായിട്ടുണ്ട്. സോ ബാങ്ക് നിഫ്റ്റിയെ പോലെ നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ ആണ്. POC താഴേക്ക് മെർജ് ചെയ്തിട്ടുണ്ട്. 24,435 ഭാഗത്തേക്ക് POC മെർജ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് നോക്കേണ്ടത് നിഫ്റ്റിയുടെ ലെവൽ ഒന്ന് മാർക്ക് വെച്ചിട്ട് അത് കൃത്യമായ ലെവലിലേക്ക് നോക്കാം. സോ ബാക്കി എല്ലാ കാര്യങ്ങളും റിമൂവ് ചെയ്യുമ്പം 24,435 ബാങ്ക് നിഫ്റ്റിയുടെ POC. 24,435 എന്നെ സംബന്ധിച്ചുള്ള നിഫ്റ്റിയുടെ POC എന്ന് പറഞ്ഞാൽ ആ POC നിൽപ്പുണ്ട്. എന്നെ സംബന്ധിച്ചുള്ള ബുള്ളിഷ് റെഫറൻസ് എവിടെയാണ്? നിങ്ങളൊരു കാര്യം ഓർത്തോളുക. ബാങ്ക് നിഫ്റ്റി എങ്ങനെയാണ് ബിയുടെ എക്സിറ്റ് ഹാൻഡിലാണ് ബുള്ളിഷ് റെഫറൻസ്. അതുപോലെ നിഫ്റ്റിക്കും 24,614 മുകളിൽ മാത്രമേ 615 മുകളിൽ മാത്രമേ ഞാൻ ഒരു ബൈ എടുക്കുള്ളൂ. സോ ബുള്ളിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് 24,615 മുകളിലാണ് നിഫ്റ്റിയുടെ വരുന്നത്. അത് വ്യക്തമായി നിങ്ങൾ ഓർത്തുക. അതിന് മുകളിൽ മാത്രമേ ഒരു മൊമെൻറ്റം പ്രതീക്ഷിക്കുള്ളൂ. താഴേക്ക് വരുന്നുണ്ടെങ്കിൽ ഓർത്തുകൊള്ളുക
24,332 താഴെ മാത്രമേ ഞാൻ 335 താഴെ മാത്രമേ ഞാനൊരു സെല്ലിങ് എടുക്കുള്ളൂ. 24,335 24,335 ആണ് എന്നെ സംബന്ധിച്ചുള്ള ബെയറിഷ് റെഫറൻസ്. അത് കൃത്യമായി ഓർത്തോളൂ. അതിനകത്ത് ഓളിൽ നിൽക്കുകയാണെങ്കിൽ മാത്രമേ ഞാനൊരു സെല്ലിങ് എടുക്കുകയുള്ളൂ. സോ ബൈയിങ് എവിടെയാണ്? 24,614 മുകളിൽ നിൽക്കുക, 15 മുകളിൽ നിൽക്കുകയാണെങ്കിൽ ബൈ എടുക്കുകയുള്ളൂ. 330 താഴെ നിൽക്കുകയാണെങ്കിൽ സെല്ലിങ് എടുക്കുള്ളൂ. 330 താഴെ നിൽക്കുമ്പോൾ ഫസ്റ്റ് ആകുന്നതിൽ 24,228 ആ ഭാഗത്തേക്ക് പോവാം. 24,000 S1 എന്ന് പറയുമ്പം 24,228 അതിന് താഴെ S2 എന്ന് പറയുമ്പം നേരെ 24,150 24,150 ഭാഗം. ഇതായിരിക്കും ഞാൻ മാക്സിമം പ്രതീക്ഷിക്കുന്ന ഒരു ലെവല്. അതിനപ്പുറത്തേക്ക് മൂവ്മെന്റ് നാളത്തേക്ക് വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ഇനി ഓർത്തുള്ള നമ്മളെ ഇന്നത്തെ VWAP നിൽക്കുന്നത് 24,501 ആണ്. VWAPന് മുകളിൽ മാർക്കറ്റ് വേണമെങ്കിൽ ഈ ബുള്ളിഷ് റെഫറൻസിന്റെ ഭാഗത്തേക്ക് പോകാനുള്ള ചാൻസ് കൂടുതൽ. അപ്പം VWAP നിൽക്കുന്നത് 24,501 ഭാഗത്താണ് നിൽക്കുന്നത്. VWAP നിൽക്കുന്നത് അത് ഓർത്തുള്ള 615 മുകളിൽ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ, നിഫ്റ്റി വരികയാണെങ്കിൽ 615 മുകളിൽ മാർക്കറ്റ് വരികയാണെങ്കിൽ എത്രയാണ്? 24,660 ഭാഗത്തേക്ക് പോകും. 6 കൊണ്ടെന്ന് പറയുമ്പോൾ 24,660 ആ ഒരു നമ്മുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഏരിയ ആണ്. 24,660 അതിന് ആ ഭാഗത്തേക്ക് മാർക്കറ്റ് വരാനും, അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ 24,730 ഈ POC 24,730 24,000 R2 എന്ന് പറയുമ്പോൾ 24,732 അതിന് മുകളിൽ R3 നമ്മളെ പഴയ ഒരു ഹൈ നിങ്ങൾക്ക് അറിയാമല്ലോ, 24,810 24,810 ആണ് R3. സോ ഇതാണ് എന്നെ സംബന്ധിച്ച് നിഫ്റ്റിയുടെ മുകളിലോട്ടും താഴോട്ടുമുള്ള ഒരു ലെവൽസ്. നിങ്ങൾ ഈ ലെവൽസൊക്കെ വ്യക്തമായിട്ട് മാർക്ക് ചെയ്ത് വെച്ചേക്കുക, ട്രേഡ് ചെയ്യുക. അപ്പം ഞാൻ ഇന്നലെ പറഞ്ഞൊരു കാര്യം ഒന്നും കൂടെ പറയുന്നുണ്ട്. നമ്മുടെ പുതിയൊരു മെൻറ്റർഷിപ്പ് ബാച്ച് ഇപ്പം പുതുതായി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അതിനകത്ത് ഓൾമോസ്റ്റ് കുറേ ആൾക്കാരൊക്കെ എൻറോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് 3 മന്തിൻ്റെ റിവ്യൂ ഉള്ള പ്ലാനുണ്ട്, 6 മന്ത്സിൻ്റെ മെൻറ്റർഷിപ്പ് പ്രോഗ്രാം ഉണ്ട്, അതായത് 1 ഇയർ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പഠിച്ച് ഒരു സിസ്റ്റമാറ്റിക്കായി ട്രേഡ് നിങ്ങളുടെ രീതിക്ക് നമ്മൾ റൂമിൽ എടുക്കണമെന്ന് നിങ്ങൾക്കൊരു കൺസിസ്റ്റൻ്റ് രീതിയിൽ ഒരു സിസ്റ്റമാറ്റിക്കായ രീതിക്ക് ട്രേഡ് ചെയ്യണമെന്ന് താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു സ്റ്റെപ്പാണ് നമുക്കിവിടെ ഉള്ളത്. നമ്മുടെ ഓർഡർ ഫ്ലോയും മാർക്കറ്റ് പ്രൊഫൈലും ഈ ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ ലെവൽ ഉപയോഗിച്ചാണ് നമ്മൾ ട്രേഡ് ചെയ്യണം. സോ താല്പര്യമുള്ളവർ എൻ്റെ നമ്പറിൽ DM ചെയ്യുക. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് സൈൻ ഓഫ് ചെയ്യുന്നു. നിങ്ങളുടെ സ്വന്തം വിഷ്ണുഗുപ്തൻ. ചാനൽ കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. ടേക്ക് കെയർ. ഗുഡ് നൈറ്റ്.